ഹായ് വെൽക്കം ടു മെഡ്കോഡ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ അനാട്ടമി ഫിസിയോളജി ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അനാട്ടമിയും ഫിസിയോളജിയും ആക്ച്വലി രണ്ടും രണ്ട് സബ്ജക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ അനാട്ടമി ഫിസിയോളജിയും കമ്പൈൻ ആയിട്ടാണ് പഠിക്കുന്നത്. അതായത് അത്ര ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ബേസിക്സ് മാത്രമേ നമ്മൾ അനാട്ടമി ഫിസിയോളജിയും പഠിക്കുന്നുള്ളൂ. എന്താണ് അനാട്ടമി? വാട്ട് ഈസ് അനാട്ടമി? അനാട്ടമി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നതാണ് അനാട്ടമി. അതായത് നമ്മൾ ഡിസെക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീറി മുറിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ശരീരം മുറിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്, ഓർഗൻസിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അനാട്ടമിയിൽ പഠിക്കുന്നത്. അനാട്ടമി വന്ന ഒരു ഗ്രീക്ക് വേർഡ് നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അനാട്ടോം. അതിന് മീനിങ് കട്ടിങ് അപ്പ്. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, നമ്മൾ ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി പറയുന്നതുള്ളൂ. ഇനി എന്താണ് ഫിസിയോളജി? ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ഹ്യൂമൻ ബോഡി സിസ്റ്റംസിലെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഫിസിയോളജിയിൽ പഠിക്കാം. ഇപ്പൊ ഹാർട്ടിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അനാട്ടമിയിൽ ഹാർട്ടിന്റെ പാർട്സ് ഏതൊക്കെയാ, എത്ര 4 ചേമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ അനാട്ടമി പഠിക്കുക. ഫിസിയോളജി എന്ന് പറഞ്ഞാല് ഈ 4 ചേമ്പറിലും എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നു, ഹാർട്ടിന്റെ ഫങ്ഷൻ എന്ത്, ഇങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് ഫിസിയോളജി. ഓക്കെ, ഈ അനാട്ടമി ഫിസിയോളജി ഇൻട്രൊഡക്ഷനിൽ നമ്മളിപ്പോ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന കണ്ടൻസ് ഗ്രോസ് അനാട്ടമി എന്താ, മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്താണ്, ഹ്യൂമൻ ബോഡിന്റെ സ്ട്രക്ചേഴ്സ്, ബോഡി സിസ്റ്റംസ് ഏതൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അനാട്ടമിക്കൽ പൊസിഷൻസ്, ഡയറക്ഷൻസ് ഏതൊക്കെയാ, എന്തൊക്കെ അനാട്ടമിക്കൽ പ്ലെയിൻസ് ഉണ്ട്, എന്തൊക്കെ ബോഡി ക്യാവിറ്റീസ് ഉണ്ട്, അതുപോലെ അബ്ഡോമിനോ പെൽവിക് ക്വാഡ്രൻസ് എന്താന്നൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ അനാട്ടമി മെയിൻ ആയിട്ടും മാക്രോസ്കോപ്പിക് അനാട്ടമി ഉണ്ട്, മൈക്രോസ്കോപ്പിക് അനാട്ടമി ഉണ്ട്. മാക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് പറഞ്ഞാൽ ഗ്രോസ് അനാട്ടമി എന്നും പറയും. അതായത് മാക്രോ പറഞ്ഞാൽ എന്താ വലുതാണ്, മൈക്രോ പറഞ്ഞാൽ ഭയങ്കര ചെറുത്. അതായത് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കാണുന്നതിനാണ് മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗ്രോസ് അനാട്ടമി പറഞ്ഞാൽ നമുക്ക് വേഗമായിട്ട് നമുക്ക് വലിയ വലിയ ഓർഗൻസിനെ പറ്റിയിട്ടൊക്കെയും നമ്മൾ അങ്ങനെ പാർട്സ് ആയിട്ട് പഠിക്കുന്നതിനൊക്കെയാണ് ഗ്രോസ് അനാട്ടമി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ടിട്ട് സെക്ഷൻസ് ഒക്കെ എടുത്ത് അതിന്റെ അനാട്ടമി, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നല്ലത് പഠിക്കുന്നതാണ് മൈക്രോസ്കോപ്പിക് അനാട്ടമി. ഈ മൈക്രോസ്കോപ്പിക് അനാട്ടമിയിൽ നമ്മൾ സൈറ്റോളജിനെയും ഹിസ്റ്റോളജിനെയാണ് പറ്റി പഠിക്കുന്നത്. സൈറ്റോളജി ഹിസ്റ്റോളജി എന്നൊക്കെ പറഞ്ഞാൽ സൈറ്റോം പറഞ്ഞാൽ സെല്ലാണ്, സെൽസിന്റെ സ്റ്റഡീനെയാണ് സൈറ്റോളജി എന്ന് പറഞ്ഞത്. അതുപോലെ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോ മീൻസ് ടിഷ്യൂ, ടിഷ്യൂസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഹിസ്റ്റോളജി. ഇനി ഹ്യൂമൻ ബോഡിന്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാന്ന് പഠിക്കും. അതായത് ആദ്യം തന്നെ ഒരു സെല്ലാണുള്ളത് അല്ലെ. ഈ സെല്ല് ഒരുപാട് സെൽസ് കൂടിച്ചേർന്ന് എന്താകും, ടിഷ്യൂസ് ആകും. ടിഷ്യൂസ് ഒരുപാട് എണ്ണം കൂടിച്ചേർന്ന് ഒരു ഓർഗൻ, ഒരു അവയവം ഉണ്ടാവും. ഈ അവയവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത്. അതായത് ഒരുപാട് അവയവങ്ങളുള്ള ഒരു ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറുന്നത്. ഈ ഓർഗൻ സിസ്റ്റം എല്ലാം കൂടെ കൂട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഹ്യൂമൻ ബോഡിയിൽ എത്ര സിസ്റ്റംസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഈ ഓരോ സിസ്റ്റത്തിനെ പറ്റിയും ഓരോ ക്ലാസ്സസ് ഉണ്ടാകും. അപ്പം നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ള സിസ്റ്റംസ് ഏതൊക്കെയാ വെച്ചാൽ ഇന്റഗ്മെന്ററി സിസ്റ്റം. ഇന്റഗ്മെന്ററി എന്ന് പറഞ്ഞാൽ സ്കിന്ന്, ഹെയർ, നെയിൽ, ഇതിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഇന്റഗ്മെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. പിന്നെ സ്കെലറ്റൽ സിസ്റ്റം ഉണ്ട്. സ്കെലറ്റൽ സിസ്റ്റത്തിൽ ബോൺസിനെ പറ്റി, മസ്കുലാർ സിസ്റ്റത്തിൽ മസിൽസിനെ പറ്റി പഠിക്കും. ആർട്ടിക്കുലാർ സിസ്റ്റത്തിൽ ജോയിന്റ്സിനെ, ആർട്ടിക്കുലാർ എന്ന് പറഞ്ഞാല് ജോയിന്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കാർഡിയോവാസ്കുലാർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനെ പറ്റി. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ബ്ലഡ് വെസൽസിനെ പറ്റിയൊക്കെ പഠിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ദഹന വ്യവസ്ഥ, അതായത് സ്റ്റൊമക്ക്, അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഓർഗൻസിനെയും പറ്റി നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കും. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മൾ ഹോർമോൺസിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓരോ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഹോർമോൺസിനെ പറ്റിയും അതിനനുസരിച്ച് ഉണ്ടാവും അതിന്റെ ഓരോ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് ഓരോ ഡിസീസുകൾ ഉണ്ടാവും. അതിനെപ്പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയും. ഇനി അടുത്തത് പിന്നെ വരുന്ന സിസ്റ്റം നെർവസ് സിസ്റ്റം ആണ്. സോ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ നെർവ്സിനെ പറ്റിയിട്ട്, അതുപോലെ ഈ ന്യൂറോൺസ് എന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടും ലങ്സിനെ പറ്റിയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ഇമ്മ്യൂൺ ഓർ ലിംഫാറ്റിക് സിസ്റ്റം. അതിൽ ലിംഫ് നോഡ്സ് എന്താ, ലിംഫ് എന്താണ്, ലിംഫ് വെസൽസ് എന്താ, അതായത് ഇമ്മ്യൂണിറ്റിനെ പറ്റിയുള്ള ഒരു ചാപ്റ്റർ ആണ്, സിസ്റ്റം ആണത്.
ഇനി അടുത്തത് യൂറിനറി സിസ്റ്റം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നും പറയും. ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത് കിഡ്നീനെ കുറിച്ചിട്ടാണ്. കാരണം കിഡ്നി എന്നാണല്ലോ നമ്മളെ വേസ്റ്റ് എക്സ്ക്രീഷൻ, നമ്മള് യൂറിൻ എക്സ്ക്രീറ്റ് ആയി പോകുന്നു, അതുപോലെ ഫീസസും എക്സ്ക്രീറ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ അതിനെയൊക്കെ പറ്റി നമ്മൾ യൂറിനറി സിസ്റ്റത്തിലാണ് പഠിക്കുന്നത്. പിന്നെ പഠിക്കാനുള്ളത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അതില് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം സെപ്പറേറ്റ് പറയും, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. സോ anatomical position, what is anatomical position? Position എന്ന് പറഞ്ഞാൽ when person is standing straight with eyes looking forward, both arms by the sides of body, palms facing forwards, both feet together, the position is anatomical position. അതായത് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഈ ഇതിൽ നോക്കൂ, ഇതാണ് നമ്മൾ അനാട്ടമിക്കൽ പൊസിഷൻ. സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കൈകൾ രണ്ടും ഇങ്ങനെ വിടർത്തി ബോഡിയോട് ചേർന്ന് ഇങ്ങനെ പുറത്തേക്ക് കൈപ്പത്തേക്ക് ഫ്രണ്ടിലേക്ക് ഫോർവേഡിൽ ഫേസ് ചെയ്തുകൊണ്ട് നേരെ കാല് രണ്ടും അടുപ്പിച്ച് വെച്ച്, ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ്, നമ്മുടെ അനാട്ടമിക്കൽ പൊസിഷൻ. ഇനി എന്തൊക്കെ അനാട്ടമിക്കൽ പൊസിഷൻസ് ആണ് ഉള്ളത്? മെയിൻ ആയിട്ടും സുപ്പൈൻ പൊസിഷൻ ഉണ്ട്, പ്രോൺ പൊസിഷൻ ഉണ്ട്, ലിത്തോട്ടോമി പൊസിഷൻ ഉണ്ട്, വേറെയും പൊസിഷൻസ് ഉണ്ട് കേട്ടോ. ട്രെൻഡലൻബർഗ് പൊസിഷൻ, അങ്ങനെ കുറച്ച് പൊസിഷൻ ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് സുപ്പൈനും പ്രോണും എന്താന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി എന്താണ് സുപ്പൈൻ പൊസിഷൻ, എന്താണ് പ്രോൺ പൊസിഷൻ എന്ന് പറയാം. സുപ്പൈൻ എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ കാണുന്നില്ലേ, ഇതില് ഇങ്ങനെ നിവർന്ന് മലർന്ന് കിടക്കുന്നതിനാണ് സുപ്പൈൻ എന്നും, അതായത് ബാക്ക് കൊണ്ട് കിടക്കുന്നതാണ് സുപ്പൈൻ. പ്രോൺ എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് ചെസ്റ്റ് അബ്ഡമൻ ഒക്കെ താഴെ വരുന്ന രീതിയിൽ കിടക്കുന്നതിനാണ് പ്രോൺ പൊസിഷൻ എന്നും പറയുന്നത്. ഈ ലിത്തോട്ടമി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലിത്തോട്ടമി മെയിൻ ആയിട്ടും ഡെലിവറി ടൈമിലുള്ള പൊസിഷനെയാണ്, ബേബി പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷൻ, ഇതിനെയാണ് ലിത്തോട്ടമി പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ അനാട്ടമിക്കൽ ഡയറക്ഷൻസിനെ പറ്റിയാണ് നോക്കുന്നത്. അതായത് ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്. സുപ്പീരിയർ, ഇൻഫീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ, മീഡിയൽ, ലാറ്ററൽ, പ്രോക്സിമൽ, ഡിസ്റ്റൽ, സൂപ്പർഫിഷ്യൽ, ഡീപ്പ്, സെഫാലിക്, കോഡൽ, പാമർ, പ്ലാന്റർ. ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനെ പറ്റി നിങ്ങൾ ഒരുപാട് ഇനി കേൾക്കും. കാരണം ഈ ഒരു ഡയറക്ഷൻസ് നമുക്ക് മസ്റ്റ് ആണ്, അത് എന്താന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആന്റീരിയർ എന്താ, പോസ്റ്റീരിയർ എന്താ നോക്കാം. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് ഓഫ് ദ ബോഡിയാണ്. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാല് ബാക്ക് ഓഫ് ദ ബോഡിയാണ്. ഇവിടെ ആന്റീരിയർ വെൻട്രൽ എന്നും പോസ്റ്റീരിയർ ഡോർസൽ എന്നും പറയും. ഇനി മീഡിയൽ ലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചർ നോക്കൂ, ഇതിൽ നമ്മൾ സെന്ററിൽ ഒരു മിഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ മിഡ് ലൈനിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ മീഡിയൽ എന്ന് പറയുന്നത്. മിഡ് ലൈനിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ലാറ്ററൽ എന്ന് പറയും. അതുപോലെ പ്രോക്സിമൽ ഡിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കൈ നോക്കുക, ഈ കൈന്റെ ഇപ്പൊ ഈ മുട്ടിന്റെ ഈ കൈമുട്ട് നോക്കി നോക്കുക, അതാണ് നമ്മളൊരു ഒറിജിനായിട്ട് എടുത്തതെന്നായിരിക്കും. കൈമുട്ടിന്റെ പ്രോക്സിമൽ എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗം, പ്രോക്സിമൽ കൈമുട്ടിന് ഏറ്റവും അടുത്തിരിക്കുന്നത് ഏതാ? അത് നമ്മളുടെ ഈ ഒരു ഫോറാവല്ലേ. അതുപോലെ ദൂരേക്ക് നിൽക്കുന്ന ഡിസ്റ്റൽ ഏതായിരിക്കും? ഫിംഗേഴ്സ് ഡിസ്റ്റൽ ആണ്. അതായത് ഈ ഒറിജിനും ദൂരേക്കുള്ളതിന് ഡിസ്റ്റൽ എന്നും ഒറിജിന്റെ ഏറ്റവും അടുത്തുള്ളതിന് പ്രോക്സിമൽ എന്നാണ് പറയുന്നത്. അതുപോലെ സുപ്പീരിയർ, ഇൻഫീരിയർ എന്താന്ന് വെച്ചാൽ, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മുകളിൽ, ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴെ. ഓക്കെ, സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിനോട് അടുത്ത് നിൽക്കുന്നതാണ്. സ്കിന്നിനോട് അടുത്ത് നിൽക്കുന്നത് സൂപ്പർഫിഷ്യലും, സ്കിന്നിൽ നിന്ന് എവേ, സ്കിന്നിൽ നിന്ന് മാറി ഡീപ്പ്, അതായത് ഉള്ളിലേക്ക്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, അതാണ് മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ക്രേനിയൽ എന്താണ്, കോഡൽ എന്താണ്? ക്രേനിയൽ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഹെഡ്, ഹെഡിനോട് അടുത്തേക്കുള്ളതിന് ക്രേനിയൽ എന്നും, കോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിലിനോട്, ടുവേർഡ്സ് ദ ടെയിൽ. ഇത് മെയിൻ ആയിട്ടും നമ്മളുടെ എംബ്രിയോ, അതായത് എംബ്രിയോനെ പറ്റിയാണ്. ഗർഭാവസ്ഥയിലുള്ള സമയത്ത് നമ്മളാണ് വിവരിക്കുന്നതിനാണ് മെയിൻ ആയിട്ടും ഈ ക്രേനിയൽ കോഡൽ എന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്സിലാറ്റൽ എന്താ, കോൺട്രലാറ്റൽ എന്താ? ഇപ്സിലാറ്റൽ എന്ന് പറഞ്ഞാൽ സെയിം സൈഡ് ഓഫ് ദ ബോഡിനെയാണെങ്കിൽ അത് ഇപ്സിലാറ്റലും, കോൺട്രലാറ്റൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി പാമാർ, പ്ലാന്റാർ എന്താന്ന് പറഞ്ഞാൽ, പാമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പിന്റെ കൈപ്പത്തിയുടെ ഫ്രണ്ട് നോക്കൂ, കൈപ്പത്തിയുടെ ഫ്രണ്ട്. പ്ലാന്റാർ എന്ന് പറഞ്ഞാല് കാൽപാദത്തിന്റെ അടിഭാഗത്തിനെയാണ് പ്ലാന്റാർ എന്ന് പറഞ്ഞത്. ഇനി എന്താണ് യൂണിലാറ്ററൽ, എന്താണ് ബൈലാറ്ററൽ? ബൈലാറ്ററലും യൂണിലാറ്ററലും നമുക്ക് മെയിൻ അറിയണ്ടാവും എല്ലാവർക്കും. യൂണി മീൻസ് വൺ സൈഡ് ഓഫ് ദ ബോഡി. ഓക്കെ, ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ബൈ മീൻസ് ടു. അപ്പൊ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട്, ബോത്ത് സൈഡ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി ബോഡി പ്ലെയിൻസിനെ നോക്കാം. മിഡ് സജൈറ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ മീഡിയൻ പ്ലെയിൻ അല്ലെങ്കിൽ സജൈറ്റൽ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ബോഡിന്റെ സെൻട്രലിലൂടെ മിഡ് ലൈൻ, സെന്ററിലൂടെ ഒരു
പ്ലെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈക്വൽ ആയിട്ട് ലെഫ്റ്റും റൈറ്റും കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മീഡിയൻ അല്ലെങ്കിൽ മിഡ് സജൈറ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ സജൈറ്റൽ പ്ലെയിൻ. കൊറോണൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡീനെ ആന്റീരിയറും പോസ്റ്റീരിയറും അതായത് ഫ്രണ്ടും ബാക്കും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കൊറോണൽ പ്ലെയിൻ. എന്താണ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ പകുതി ഇവിടെ ഇങ്ങനെ ഒരു സുപ്പീരിയർ പാർട്ടും ഒരു ഇൻഫീരിയർ പോർഷനും ഉണ്ടാവുകയാണെങ്കിൽ അതാണ് എന്ത്? ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. ബോഡി ക്യാവിറ്റീസ്. ബോഡി ക്യാവിറ്റീസ് എന്താ? അതായത് ഓർഗൻസ് ഒക്കെ ഓരോ ക്യാവിറ്റീന്റെ ഉള്ളിലാണല്ലേ അടക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 5 ക്യാവിറ്റീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ക്രൈനിയൽ ക്യാവിറ്റി, അതിലെന്താ ബ്രെയിന്, ബ്രെയിൻ ഒക്കെ ക്രൈനിയൽ ക്യാവിറ്റിയിലാണുള്ളത്. തൊറാസിക് ക്യാവിറ്റിയിൽ എന്തൊക്കെയുണ്ട്? തൊറാസിക് ക്യാവിറ്റിയിൽ ഹാർട്ടും പിന്നെ ലങ്സ് അതൊക്കെ തൊറാസിക് ക്യാവിറ്റിയിൽ, നെഞ്ചിന്റെ ഭാഗം തൊറാക്സ്, അവിടെയാണ് തൊറാക്സ് എന്ന് പറയുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ അബ്ഡോമിൻ അതായത് വയറിന്റെ അവിടെയുള്ള ക്യാവിറ്റി അതിനാണ് അബ്ഡോമിനൽ ക്യാവിറ്റി പറയുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ സ്റ്റൊമക്ക് ഉണ്ട്, അതുപോലെ ലിവർ ഉണ്ട്, ഗോൾ ബ്ലാഡർ ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഇതൊക്കെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണുള്ളത്. ഇനി വെർട്ടിബ്രൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയുണ്ട്? വെർട്ടിബ്രൽ എന്ന് പറഞ്ഞാൽ നട്ടലിന്റെ ആ ഭാഗം, നട്ടലിന്റെ ഉള്ളിൽ എന്താണ്? സ്പൈനൽ കോഡ് അതുണ്ട്. പിന്നെ പെൽവിക് ക്യാവിറ്റിയിൽ നമ്മളുടെ യൂട്രസ്, അതുപോലെ യൂറിനറി ബ്ലാഡർ, അതൊക്കെ പെൽവിക് ക്യാവിറ്റിയിലാണുള്ളത്. നെക്സ്റ്റ് അബ്ഡമിനോ പെൽവിക് ക്വാഡ്രൻസ്. നമ്മളുടെ അബ്ഡമനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 9 ഏരിയാസ് ആയിട്ടും അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ക്വാഡ്രൻസ് ഏതൊക്കെയാ വെച്ചാൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ്, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ്, റൈറ്റ് ലോവർ ക്വാഡ്രന്റ്, ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ്, ഇങ്ങനെ 4 എണ്ണം ഉള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസിലൊക്കെ കാണുക. അപ്പൊ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ അപ്പർ മുകൾ ഭാഗം, അതായത് അംബിലിക്കസിനെയാണ്, അതായത് പൊക്കിളിനെയാണ് നമ്മൾ എന്തായിരിക്കും മിഡ് ലൈൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് അപ്പുറം താഴേക്ക് ലോവർ അങ്ങനെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 4 ക്വാഡ്രൻസ് നമ്മൾ പറഞ്ഞു. ഈ 4 ക്വാഡ്രൻസിനെ തന്നെ നമ്മൾ 9 റീജിയൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. അംബിലിക്കൽ റീജിയൻ ഒന്നാണ്. അംബിലിക്കൽ റീജിയൻ ആണ് നമ്മുടെ സെന്റർ പോർഷൻ. ഓക്കെ, അപ്പം ഈ 9 ഏരിയാസ് ഏതൊക്കെയാന്ന് നോക്കാം. റൈറ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൻ ഉണ്ട്, പിന്നെ എപ്പിഗാസ്ട്രിക് റീജിയൻ, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൻ, പിന്നെ റൈറ്റ് ലംബാർ റീജിയൻ, അംബിലിക്കൽ റീജിയൻ, ലെഫ്റ്റ് ലംബാർ റീജിയൻ, റൈറ്റ് ഇലിയാക് റീജിയൻ, ഹൈപ്പോഗാസ്ട്രിക് റീജിയൻ ആൻഡ് ലെഫ്റ്റ് ഇലിയാക് റീജിയൻ. ഇതെന്താന്ന് വെച്ചാല് ഈ ഓരോ ക്വാഡ്രൻസ്, ഈ ഓരോ റീജിയനിലാണ് ഓരോ ഓർഗൻസ് ഉള്ളത്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റൊമക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സ്റ്റൊമക്ക് ഉള്ളത്. അങ്ങനെ ഏതൊക്കെ ഏരിയയിലാണ് നമ്മളുടെ ഓരോ ഓർഗൻ സിറ്റുവേറ്റ് ചെയ്തത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാഡ്രന്റും ഈ ഏരിയാസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ അനാട്ടമി ഫിസിയോളജി ഇൻട്രൊഡക്ഷൻ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജീസിനെ പറ്റിയുള്ള ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.